കടന്നുവന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിലെ 14-ാമത് വായിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിലെ 14-ാമത്. അപ്പോൾ യഹോവ അവരെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാൻ നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു നിമിഷത്തിന്റെ ശിരസ്സുകളെ കൊടുക്കാൻ പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലത്തിനായി കർത്താവ് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണം. ദൈവത്തിന്റെ ബലത്തോടെ ഞങ്ങൾക്ക് കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുക. കർത്താവെ, അങ്ങ് കൃപ ചെയ്യണം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വരണം. കർത്താവ്, ഞങ്ങൾ ബലഹീനരാണ് അപ്പച്ച. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം. അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. കർത്താവിന്റെ കരങ്ങളിൽ അങ്ങടികളോട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കണം. ഇന്ന് പലരും തളർന്നിരിക്കുന്ന അനേകരെ ബലപ്പെടുത്തി പറഞ്ഞേക്കണം. ക്ഷീണിച്ചിരിക്കുന്ന ചിലരെ കർത്താവിന്റെ ബലത്താൽ നിറയ്ക്കണം. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഒരുപക്ഷെ പല പ്രാവശ്യം വായിക്കും ധ്യാനിച്ചത് വളരെ പരിചയമുള്ളൊരു വേദമാണ്. അതിനകത്തൊരു ഭാഗം ഇന്ന് പലരും നമുക്ക് ധ്യാനിക്കാനായിട്ട് ഒന്നുകൂടെ വായിക്കാൻ. അപ്പോൾ യഹോവ അവരെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നു, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ദൈവം നമ്മെ അയച്ചാൽ അതിനകത്തൊരു നിയോഗമുണ്ട്. പുതിയ നിയമത്തിൽ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അവൻ യോഹന്നാൻ എന്ന് പേർ. അവൻ കർത്താവിന്റെ വഴി നിരപ്പാക്കുന്നവനാണ് അയച്ചത്. യോഹന്നാനെ ദൈവം നിയോഗിച്ചയക്കുവാൻ കാരണമായി തീർന്നത് ദൈവത്തിന്റെ കരത്തിൽ അവനെ വഹിച്ച് ദൈവത്തിന്റെ നിയോഗം പകരുവാൻ പൗരോഹിത്വ കുടുംബത്തിൽ നിന്ന് അവനെ പറിച്ചെടുത്ത് മരുഭൂമിയിൽ കൊണ്ടുപോയി ദൈവം വളർന്നു. മരുഭൂമിയിൽ കൊണ്ടുപോയി ദൈവം വളർത്തി. ദൈവത്തിന്റെ ആത്മാവിനാൽ അവനെ നിറച്ചത് അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. ദൈവത്തിന്റെ അവനെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം അയച്ചിട്ട് യോഹന്നാൻ വന്നതുകൊണ്ട് യോഹന്നാനെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി പൂർത്തീകരിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഒരു സ്ഥലത്ത് അയച്ചാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഭംഗിയായി ചെയ്യുവാനിടയായി. അത് നമ്മുടെ കഴിവല്ല, നമ്മുടെ പരിചയമല്ല, നമ്മുടെ അറിവുകളല്ല. ദൈവം അയച്ചു എന്നതാണ് അതിന്റെ അടിസ്ഥാനം. ദൈവം അയച്ചിട്ടാണ് നമ്മൾ ദൈവസേനയിൽ വന്നെങ്കിൽ ദൈവമായ അനുമതിക്കാൻ നമുക്ക് വരാൻ കഴിയില്ല. ദൈവത്തിന്റെ നിയോഗത്തോടെയാണ് ദൈവസേനയിൽ വന്നെങ്കിൽ പുറത്തു പോകുമ്പോൾ വെറും കൈയോട് പോകേണ്ടത് വരികയില്ല. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചാൽ ശിമ്യോൻ എന്ന് പറയുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യൻ ആത്മാവിന്റെ നിയോഗത്തോടെ ദൈവാലയത്തിലേക്ക് പോയി. യേശു കുഞ്ഞിനെ
കരങ്ങളിൽ എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ദൈവാത്മാവിന്റെ നിയോഗത്തോടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ ഒരു സ്ഥലത്ത് അയച്ചാൽ, ദൈവം നമ്മെ ഒരു ഭവനത്തിൽ അയച്ചാൽ, ദൈവത്തിന്റെ പദ്ധതി അവിടെ നിറവേറുവാനായിട്ട് ഇടയാക്കി. ദൈവം നമ്മെ അയക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാനവിടെ പോയിട്ട് പ്രയോജനമില്ലാന്ന് മാത്രം ചിന്തിച്ചാൽ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ വിടുതലില്ലാത്ത വിഷയത്തിന് വേണ്ടി അഭിഷേകന്മാരെ അയക്കാറില്ല. ദൈവം നമ്മെ അയക്കുന്നത് പ്രത്യേക നിയോഗത്തോടെയാണ്. ഇവിടെ ഗിദെയോനോട് ദൈവം പറയുന്നു, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഈ ദിവസങ്ങളില് നമ്മളൊരു കാര്യത്തിന് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇത് ദൈവത്തിന് ഹിതമാണോ എന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച നിയോഗത്തോടെ സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറായ ദൈവം നമ്മുടെ കൂടെ വരുമെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നും. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ചും നമ്മുടെ അറിവുകളിൽ ആശ്രയിച്ചും നമ്മുടെ ബുദ്ധിയിൽ ആശ്രയം വെച്ചും മുന്നോട്ട് പോകുന്നത് കൊണ്ട് പലയിടത്തും നമ്മൾ നിരാശപ്പെടേണ്ടി വരുന്നു. പലയിടത്തും നമ്മൾ ഇടറിപ്പോകുന്നു. എന്തുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടി വരുന്നു. ദൈവം ഒരു മനുഷ്യനെ അയക്കുമ്പോൾ, ദൈവം ഒരു അഭിഷക്ത ദൈവദാസനെയോ ദൈവദാസിയെ അയക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായി. എന്റെ കുടുംബത്തിൽ ദൈവം ആക്കി വെച്ചതിന്റെ ഉദ്ദേശം എന്താണ്, അത് ഞാൻ തിരിച്ചറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ആ ട്രെയിനിങ് ക്ലാസ് എടുക്കുമ്പോ പല കാര്യങ്ങളും പഠിപ്പിക്കുവാനിടയായി. ഒരു കാര്യം, ഒരു പ്രവാചകൻ ദൈവത്തെ കുറിച്ച് അറിയണം, മുമ്പേക്ക് ജനത്തെ കുറിച്ച് അറിയണം, സാഹചര്യത്തെ അറിയണം, എന്നെ കുറിച്ച് അറിയണം, എന്റെ കുടുംബത്തെ കുറിച്ച് അറിയണം. അപ്പൊ എന്നെ കുറിച്ച് അറിയണമെന്ന വിഷയം ഞാൻ പഠിപ്പിക്കുമ്പോ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പോയി. എന്നെ കുറിച്ച് ഞാൻ അറിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒരു യോഗ്യത എനിക്കില്ല. ഇന്ന് പകൽ ദൈവം അയച്ചെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിനെ ദൈവമയക്കും. ദൈവമയച്ചാൽ അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയും. ഇന്ന് പകല ഗിദെയോനെ ദൈവം അയക്കുമ്പോ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ ഗിദെയോനോട് വെളിപ്പെടുത്തുവാനായിട്ടുണ്ട്. ഗിദെയോനായിരിക്കുന്ന സാഹചര്യം മിദ്യാന്യരെ ഭയന്ന് ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഇസ്രായേൽ അധ്വാനിക്കുന്നത് മുഴുവനും മിദ്യാന്യർ വെട്ടുക്കിളികളെ പോലെ വന്നെല്ലാം കൊണ്ടുപോകും. ആടുമാടുകളും കൃഷിഫലങ്ങളെല്ലാം അവർ കൊള്ളയടിച്ചു കൊണ്ടുപോകും. അത് ദൈവം അനുവദിച്ചിട്ടാണ്. എങ്കിലും ഇസ്രായേൽ എന്നും പട്ടിണിയാണ്. അധ്വാനത്തിന് കുറവില്ല, എന്നാൽ എന്നും പട്ടിണി. ഗിദെയോൻ അതിനെതിരായി ചിന്തിക്കാൻ തുടങ്ങി. എല്ലാ ഇസ്രായേലും അധ്വാനിച്ചത് മിദ്യാന്യർ കൊണ്ടുപോയി ഭക്ഷിക്കുമ്പോ ഞാൻ അധ്വാനിക്കുന്നത് മിദ്യാന് കൊടുക്കില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ അധ്വാന ഫലം നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മറ്റെല്ലാ ഇസ്രായേലും മിദ്യാന്യരെ കാണുമ്പോൾ ഭയന്ന്, ജീവനെ ഭയന്ന്, കൊള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്ന കൊണ്ടുപോയിക്കോട്ടെ,
ആടുമാടുകൾ വേണമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച പ്രാണഭയത്തിൽ ഭവനത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു മനുഷ്യൻ എതിരായി ചിന്തിച്ചു, ഞാൻ അധ്വാനിക്കുന്നത് മിദ്യാന് കൊടുക്കില്ല. നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും സഹവിശ്വാസികളും ചിന്തിക്കുന്ന വിരുദ്ധമായി ദൈവം എന്നെ അയക്കണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? എന്റെ അധ്വാന ഫലം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞാൽ അതിന്റെ മേൽ ഇന്ന് പകൽ ദൈവം സീല് വയ്ക്കാൻ പോകുകയാണ്. നമ്മുടെ നന്മ ചോർന്നു പോകാൻ ദൈവം അനുവദിക്കും. 128-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും, നീ ഭാഗ്യവാൻ. ഭാഗ്യകരമായ ജീവിതമാണ് ദൈവം തന്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കയറി വരുവാൻ ദൈവത്തിന്റെ കരുണ വേണം. ഗിദെയോനെ ദൈവം വിളിക്കുന്ന പേര് അല്ലയോ പരാക്രമശാലിയെ. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറയുന്നു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കഷ്ടമൊക്കെ ഇല്ല. അത് പറയുമ്പോൾ ഗിദെയോനോട് ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഗിദെയോൻ പറയുന്നു, എന്റെ കുടുംബം, എന്റെ ഗോത്രം ഇസ്രായേലിലെ ഏറ്റവും ചെറിയ ഗോത്രം. എന്ന് പറഞ്ഞാൽ എത്ര പേർക്കാണ് ഞാൻ ഏറ്റവും ചെറിയവനാണ് ദൈവത്തിൽ എന്ന് പറയാൻ കഴിയുന്നത്? യെശയ്യാ പ്രവാചകൻ ആ സ്വർഗീയ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു, ആരെനിക്ക് വേണ്ടി പോകും? യെശയ്യാ പ്രവാചകൻ പറയുന്നു, അടിയനിതാ, അടിയനെ അയക്കണം. നീ അയച്ചാൽ ഞാൻ പോകാം. അങ്ങനെ പറയുവാൻ തന്നെ കരുത്ത് ലഭിച്ചത് ആ ദൈവമഹത്വം കണ്ട യെശയ്യാവ് നിലവിളിക്കുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറഞ്ഞു ദൈവത്തിന്റെ സന്നിധിയിലെന്ന് പറയുമ്പോ ആ അരിഷ്ട മനുഷ്യനെ അരിഷ്ടതയോടുകൂടെ നീക്കിക്കളയാനല്ല ദൈവം ആഗ്രഹിച്ചത്. അവന്റെ അരിഷ്ടതയെ മാറ്റുവാൻ, ദൈവത്തെ കുറിച്ച് പ്രവചിക്കുവാൻ, അവന്റെ ആദരത്തെ ശുദ്ധീകരിപ്പാൻ സ്വർഗ്ഗദൈവം ഇടപെട്ടു. ഇന്ന് നമുക്ക് പറയുവാൻ പ്രാഗൽഭ്യമൊന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു യാഗവസ്തുവിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, വിനയപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തിന് നമ്മെ അയക്കാൻ കഴിയും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ കഴിയണം. ദൈവസന്നിധിയിൽ നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇടയായി തീരണം. അത് 16-ാമത് വാക്യം വായിക്കാം. ന്യായാധിപന്മാർ 6:16. യഹോവ അവരോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കപ്പെട്ട് തട്ടിച്ചു. ദൈവം അയച്ചിട്ട് ദൈവം സ്വർഗത്തിൽ പോയി ഇരിക്കുകയല്ല. പിന്നെയോ ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെ ദൈവാത്മാവിന്റെ നിയോഗത്തോടെ നാം കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കാം, നമ്മോട് കൂടെ വരാമെന്ന് പറയുക. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. ദൈവം ഞാൻ നിന്റെ കൂടെ പോരാ. ഇന്ന് പകല്
ദൈവം നമ്മോട് കൂടെ പോകുമെന്ന ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ബലവാന്മാർ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ലോകത്തിൽ ആരും നമ്മോടൊപ്പം ഇല്ലെങ്കിലും നാം തളർന്നു പോകാൻ അനുവദിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തം. ശൗൽ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, 3 വട്ടം അപേക്ഷിച്ചു, എന്റെ ബലഹീനത മാറ്റി തരണം. നിനക്ക് വേണ്ടി ഞാൻ ഓടുന്ന വ്യക്തിയാ, എന്റെ ബലഹീനത മാറ്റണം. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. നീ എപ്പോഴാണോ ബലഹീനനാണോ അപ്പൊ ഞാൻ നിന്നെ ശക്തി. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി ഉണ്ട്. എന്നെയും നിങ്ങളെയും ബലഹീനത മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ നമ്മൾ തയ്യാറാണ്. ആ കർത്താവിനോട് ചേർന്ന് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറായ, നമ്മുടെ ബലഹീനതകളെ ഓർക്കാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. യോഗ്യത നോക്കിയാൽ മറ്റുള്ളവർക്ക് ദൈവത്തിന് കഴിയുന്ന ഒരു പ്രാഗൽഭ്യം നമുക്ക് പറയാനില്ല. മറ്റുള്ളവരെക്കാൾ എന്താ എനിക്കുള്ള ശ്രേഷ്ഠത? ഒരു ശ്രേഷ്ഠതയും പറയുവാനായിട്ട്. ഇപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഓർക്കണം, എന്റെ ദൈവം അയച്ചാൽ, ദൈവം എന്നെ നടത്തിയാൽ, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ബലഹീനനല്ല. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ദൈവം നമ്മെ ശക്തീകരിച്ചാൽ ആ ശക്തിയും വാങ്ങിക്കൊണ്ടുപോയി നമ്മൾ വീട്ടിലിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കും. ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഞാൻ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യരെ പോലെ തോൽപ്പിക്കുന്നതിന്റെ ശക്തി നീ ഒരു മനുഷ്യരെ തോൽപ്പിക്കുന്നത് പോലെ മിദ്യാന്യരെ മുഴുവൻ തോൽപ്പിക്കാൻ തന്നെ സഹായിക്കാം. പക്ഷെ നീ ചില കാര്യങ്ങൾ ചെയ്യണം. അത് 17-ാമത് വാക്യം. അതിനവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരയണം. അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഗിദെയോൻ. ഞാൻ ചില വിഷയങ്ങൾക്ക് ഇതുപോലെ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒരടയാളം ദൈവം തന്നാൽ പിന്നെ ഞാൻ കണ്ടില്ല, പിന്നെ അക്കാര്യം ദൈവം ഏറ്റെടുത്തു പോകാം. അതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. 25-ാം വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഇവിടെ ദൈവം ഗിദെയോനോട് പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. ഞാൻ നിന്നെ നോക്കിയപ്പോ നീ ബലപ്പെട്ടില്ലേ, ഈ ബലത്തോടെ പോയാ മതി. മിദ്യാന്യരെ തോൽപ്പിക്കാൻ ഞാൻ നിന്നെ ശക്തീകരിക്കാം. പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്താ? ഒന്നുകൂടെ വായിക്കാം വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. നിന്റെ പിതാക്കന്മാർ സേവിച്ച ആ പൂജാ വിഗ്രഹങ്ങളെല്ലാം നീ നശിപ്പിക്കണം. എങ്കില് നിനക്ക് ശത്രുസേന തോൽപ്പിക്കണം. ഇന്ന് പകൽ ചില പാരമ്പര്യമായി പിന്തുടരുന്ന ചില ശാപങ്ങളെ ദൈവം വെട്ടിക്കളയും. ദൈവം നമ്മെ നോക്കുമ്പോൾ, ദൈവം നമ്മെ കയ്യിലെടുക്കുമ്പോൾ, ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, കർത്താവ് നമ്മെ ബലപ്പെടുത്തിയാൽ, ഇന്നലകളിൽ നിന്റെ നന്മയ്ക്കെതിരെ വെല്ലുവിളിച്ച തലമുറയെ മുന്നോട്ട് പോകാൻ അനുവദിക്കലെന്ന വെല്ലുവിളിച്ചു കൊടുക്കുന്ന ചില ശാപങ്ങളെ, ചില പാരമ്പര്യ ശക്തികളെ ഇന്ന് പലക്കാലം വെട്ടിക്കളയുക. ദൈവം നമ്മെ അധികാരപ്പെടുത്തുക.
ചിലത് എത്തിപ്പിടിക്കാൻ കഴിയാതെ, ചില നന്മ അനുഭവിക്കാൻ കഴിയാതെ, അത് നന്മയ്ക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില സ്വാധീനങ്ങളെ ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. ചില പ്രതിഷ്ഠകളെ ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചിലതിനെ എന്തുകൾ വെട്ടിക്കളയുവാൻ തയ്യാറാണെങ്കിൽ, ചിലതിനെ കാത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ. നമുക്ക് പലതും വലുതായി തോന്നും. ദൈവത്തെക്കാൾ വലുതായി എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ ഇന്ന് പലതിന് വെട്ടിക്കളയും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ നമ്മുടെ ജീവിതത്തിൽ പലതും വെട്ടിക്കളയാത്തത് കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി മറ്റൊന്നിലേക്ക് പ്രതികൂലതയാണ്. മകൾ ട്രെയിനിങ് മുതൽ മകൾക്ക് 3 മണിക്കൂർ ഇങ്ങനെ ഉണ്ടാക്കി. ആ കുട്ടി സ്വന്തമായി. രാത്രി ദേവദാസങ്ങൾ പറയുക, ആ കുട്ടി സ്വതന്ത്രമായി. രാത്രി അമ്മ എഴുന്നേറ്റ്. ഈ അമ്മയ്ക്ക് ഈ കുട്ടിയിൽ നിന്നത് മാറിയപ്പോ അമ്മയിൽ കയറാനുള്ള ഇടം ഉണ്ടായിരുന്നു. അമ്മ ഉണർന്നില്ല എന്നത് ഞാൻ പറഞ്ഞു. ആ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അമ്മയെ സ്വതന്ത്രമായി. പക്ഷെ ഒരു പൂർണ്ണ വിടുതൽ വരണമെങ്കിൽ ഒരുമിച്ചിരിക്കും. ചിലത് വെട്ടിക്കളയാനുള്ളത് വെട്ടിക്കളയണം. വെട്ടിക്കളയാത്തിടത്തോളം കാലം സ്വസ്ഥത ഉണ്ടാകും. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തണമോ? ശുഭകരമായ ഒരു ജീവിതയാത്ര ഒരു ദൈവവേദന കരസ്ഥമാക്കുവാൻ തടസ്സമായിരിക്കുന്ന ചില വിഗ്രഹങ്ങളെ വെട്ടിക്കളയണം. ഗിദെയോനോട് പറഞ്ഞു, ഈ ബലത്തോടെ നീ പോ, ഇന്ത്യയിലെ ഒറ്റ മനുഷ്യനെ തോൽപ്പിക്കാം. പക്ഷെ അതിനു മുമ്പ് നീ വെട്ടേണ്ടത് വെട്ടണം. അത് 26-ാമത് വാക്യം. ഈ ദുർഗത്തിന്റെ മുകളിൽ എന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിതു. ആ 2ാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാം. ഇവിടെ ദൈവം പറയുന്നു, അത് വെട്ടുക മാത്രമല്ല, ദൈവവചന വ്യവസ്ഥ പ്രകാരം നീ ഹോമയാഗം കഴിക്കും. അതിനെ കത്തിച്ചു കളയണം. വെട്ടിക്കളഞ്ഞാൽ പോരാ, കത്തിക്കുകയും വേണം. നമ്മൾ ചിലത് വെട്ടിക്കളയും, പക്ഷെ കത്തിക്കാൻ നമുക്ക് മനസ്സില്ല. ഇല്ല, ഏതൊക്കെയോ ശേഷിപ്പുകൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുണ്ട്. ദൈവത്തിന് ഹിതമില്ലാത്ത നമ്മുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പലത് വെട്ടിക്കളക മാത്രമല്ല, അതിനെ കത്തിക്കുവാനും തയ്യാറായ ദൈവം നമ്മളുടെ വൻകാര്യങ്ങളെ എന്റെ ജീവിതത്തിലെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ഭയങ്കര വിടുതലുകൾ നടക്കുന്ന സമയത്തും എനിക്ക് അസഭ്യമായ തലവേദന ഉണ്ടായി. പക്ഷെ പാരമ്പര്യമായി എന്റെ കയ്യിൽ മുഴുവനും കത്തിച്ചു കളയാൻ തയ്യാറാകുമ്പോൾ അതെല്ലാം കാക്കുന്നതിനനുസരിച്ച് എന്റെ തലവേദനയും മാറിക്കൊണ്ടിരിക്കും. മുന്നോട്ട് പോകാൻ കഴിയാതെ ഏതൊക്കെയോ സ്വാധീനങ്ങൾ നമ്മെ പുറകിലേക്ക് വരും. ഇന്ന് പകൽക്കാലം അതിനെ ഒന്ന് വെട്ടിക്കളയുവാൻ, ദൈവഹിതമില്ലാത്തതെല്ലാം വെട്ടിക്കളയുവാൻ, ദൈവവചന വ്യവസ്ഥ പ്രകാരമുള്ള യാഗം കഴിക്കുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. വായിക്കാൻ വേണം. ഗിദെയോൻ തന്റെ വേലക്കാരൻ 10 പേരെ കൂടി യഹോവ തന്നോട് കൽപ്പിച്ചത്
പോലെ ചെയ്തു. എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തിന്റെ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. ഗിദെയോൻ പട്ടണവാസികളെ ഭയന്നത് രാത്രിയിലാണ് ചെയ്തത്. രാവിലെ പട്ടണവാസികൾ ഇത് കണ്ടു. അടുത്ത വാക്യം. ഇത് ചെയ്തത് ആരെന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ച് അന്വേഷണം കഴിച്ചപ്പോൾ യോവാശിന്റെ മകനായ ഗിദെയോൻ ആകുന്നു ചെയ്തത് എന്ന് കേട്ടു. പട്ടണക്കാർ ഗിദെയോന്റെ അപ്പൻ യോവാശിനോട് പറയുകയാ, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ മരിക്കണം. അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്ത് ഉണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ചിലതിനെ നീ ഉപേക്ഷിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരും ബന്ധുക്കാരും എല്ലാം എതിരായി തീർന്നേക്കാം. നിന്റെ ദേശം നിനക്കെതിരായി തീർന്നേക്കാം. ഭയപ്പെടരുത്. ദൈവം പറയുന്നു, ഞാനല്ലേ നിന്നെ അയക്കുന്നത്. ദൈവം ഒരുവരെ അയച്ചാൽ അവനെതിരെ നിൽക്കാൻ ആരെയും എന്റെ കർത്താവ് അനുവദിക്കുകയില്ല. ഒരു പട്ടണക്കാർ മുഴുവനും എഴുന്നേറ്റ് യോവാശിനോട് പറയുക, നിന്റെ മകനെ കൊല്ലാൻ വെളിയിലേക്ക് ഇറക്കുക. അടുത്ത വാക്യം വായിക്കാം. യോവാശ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്, അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കുകയാണ്. അവിടെ യോവാശ് പറയുന്നു, നിങ്ങളെന്താ ബാലിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വരുന്നത്? നിങ്ങളെന്താ അവന് വേണ്ടി വാദിക്കുന്നത്? അവന് വേണ്ടി വാദിക്കുന്നതെന്ന് മരിക്കണമെന്നാണ് യോവാശ് പറയുന്നത്. വായിക്കാണെന്ന് വാദം. അവൻ ഒരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യം വ്യവഹരിക്കട്ടെ. അവിടെ യോവാശ് എടുക്കുന്നൊരു തീരുമാനം, ബാലിന്റെ ബലിപീഠം ഇടിച്ചവനോട് ബാല് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ അതിനു വേണ്ടി ബഹളം ഉണ്ടാക്കുന്നത്? ഇന്ത്യയിൽ എന്തൊരു നിയമമാണ്. ജീവനുള്ള ദൈവം ആരെന്ന് തെളിയിക്കുവാൻ ദൈവമക്ക് അവസരം വരണം. ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന ഒരു കുടുംബത്തിന്റെ എതിരെ എന്തെല്ലാം പ്രതികൂലമുണ്ടായാലും അതെല്ലാം കത്തിപ്പോകും. ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് നമ്മെ അയക്കുന്നതെങ്കിൽ, കർത്താവ് നമ്മോട് കൂടെ ഉള്ളിടത്തോളം നമുക്ക് ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട. കർത്താവ് പറയുന്നത് ചെയ്യാൻ നമ്മൾ ശക്തരായി. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗം. നമ്മൾ ലോകത്തെ പലതിനെയും ഭയപ്പെടുകയാണ്. ദൈവമാണ് എന്നെ അയച്ചു എന്ന ഉറപ്പുള്ളിടത്തോളം മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവപൈതല്, നമ്മെ ഓരോരുത്തരും ദൈവത്തിന്റെ ഉദ്ദേശം വലുതാണ്. ഒരിക്കൽ എലീശാ പ്രവാചകൻ ഒരു ബാല്യക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി തൈലക്കുമ്പ് എടുത്തോണ്ട് പോകണം, യേഹൂവിന്റെ വീട്ടിൽ പോകണം. സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് യേഹൂവിനെ എണീപ്പിച്ച് ഉൾമുറി കൊണ്ടുപോയി അവരുടെ തലയിൽ ഒഴിച്ചിട്ട് പറയണം, നിന്നെ ഇസ്രായേൽ രാജാവായിട്ട് ദൈവം എന്നിട്ട് നീ വേഗം എന്ത് ചെയ്യണം? നീ അവിടെ നിൽക്കരുത്. നീ അവിടെ നിന്നാൽ യേഹൂവിന്റെ സഹോദരന്മാർ നിന്നെ കൊല്ലും. സഹോദരന്മാരുടെ എഴുന്നേൽപ്പിച്ച് ഉൾമുറി കൊണ്ടുപോയി
രാജകീയ അഭിഷേകം തന്നെ ഒഴിപ്പിച്ച നമ്മുടെ ദൈവം. ആ ദൈവമാണ് നമ്മുടെ ശമൂവേൽ പ്രവാചകൻ നാട്ടിലുണ്ടായിരുന്ന ബലവാന്മാരായ 7 ഇശ്ശായിയുടെ മക്കളെയും മാറ്റി നിർത്തിയിട്ട് കാട്ടിക്കിടന്നവനെ പിടിച്ചുകൊണ്ടുവന്ന അഭിഷേകത്തിന് നമ്മുടെ പകൽക്കാലം ദൈവം നമ്മെ തിരഞ്ഞെടുത്ത, ദൈവം നമ്മെ ശക്തീകരിച്ച, ദൈവം നമ്മെ ബലപ്പെടുത്തിയ ആ ബലം ചോർന്നു പോകാൻ അനുവദിക്കും. നമ്മുടെ അധ്വാന ഫലം നഷ്ടപ്പെടരുത്. ഇവിടെ യോവാശ് പറയുകയാണ്, അവൻ ദൈവമെങ്കിൽ അവൻ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യങ്ങൾ വായിക്കണം. ഇവൻ അവന്റെ ബലിപീഠം ഇടിച്ചു കളയുക, ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അന്ന് യെരുബാൽ എന്ന് പേരിട്ടു. അവിടെ ഉറച്ചു നിന്ന ഒരു പിതാവ് മകൻ ദൈവത്തിന് വേണ്ടി നിന്നപ്പോ തകർത്ത് കളയാമെന്ന ശത്രു സൈന്യത്തോട് ആ പിതാവ് നേരിടുക. അതുകൊണ്ട് ജനമടങ്ങിയിരുന്നു. അടുത്ത വാക്കുകളെ അനന്തരം മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബീയേസ്രിയുടെ തന്റെ അടുക്കൽ വിളിച്ചു കൂട്ടി. ഇവിടെ ദൈവം പറഞ്ഞത്, മിദ്യാന്യരെ നീ ഒരു മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഇവിടെ 3 കൂട്ടർ ഗിദെയോനെതിരെ, ഒരു കൂട്ടരല്ല, 3 കൂട്ടർ എഴുന്നേൽക്കുക. അതിന് കാരണം എന്താ? ദൈവം പറഞ്ഞ കാര്യം ഗിദെയോൻ ചെയ്തു. നിന്റെ ആരാധന ശരിയല്ല, പിന്നെയോ യഥാർത്ഥ ഒരു ആരാധന വെളിപ്പെടണം. അതിന് തടസ്സമായിരിക്കുന്നില്ല എന്ന് വെട്ടിക്കളയാം. അങ്ങനെ ചെയ്തപ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഗിദെയോനെ തകർക്കുകയാണ് അവിടെ ലക്ഷ്യം. ഗിദെയോനെ തകർത്താൽ ഇസ്രായേലിന്റെ വാക്കുകൾ തകർക്കാൻ ബുദ്ധിമുട്ട്. മല്ലനായ ഗോലിയാത്തിനെ തകർത്താൽ ഫെലിസ്ത്യ സൈന്യമെല്ലാം ജീവനും കൊണ്ടോടും. അതുകൊണ്ട് ഗോലിയാത്തിനെ തകർത്താൽ ഇസ്രായേൽ ജയിക്കും. ഇവിടെ ഗിദെയോനെ തകർത്താൽ ഇസ്രായേലിനെ നശിപ്പിക്കാമെന്ന് പറഞ്ഞ മിദ്യാന്യര് മാത്രമാണ് നേരത്തെ വന്ന് സമ്പത്ത് കൊള്ളയിട്ടുവെങ്കിൽ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. ഇന്ന് പകൽ നാം ഒരു ദൈവപ്രവർത്തിക്കായി ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ അതുവരെ ഇല്ലാത്ത നിലയിൽ പ്രതികൂലങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ ഓർക്കണം, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം എന്റെ വശത്തുണ്ടോ അത് ഉറപ്പാക്കി മുന്നോട്ട് പോയാൽ നേരത്തെ ഉള്ളതിന്റെ 3 ഇരട്ടി പ്രതികൂലം ഉണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. അതിന് ജയിക്കാൻ ദൈവം നിന്നെ ശക്തി. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ജീവിത പ്രതികൂലങ്ങൾ കൂടി വന്നേക്കാം. പക്ഷേ ദൈവം വിശ്വസ്തൻ. നമ്മുടെ കർത്താവ് വാക്കുമാറുന്നവനല്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ മൂവെന്നോ ഇല്ല ഇല്ലാതെ. മനുഷ്യരൊക്കെ വാക്കുമാറും, ദൈവം വാക്കുമാറുകയില്ല. ദൈവം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ നിശ്ചയമായി ദൈവം കൂടെ ഇരിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്.
ഞാൻ 7-ാം അധ്യായം 7-ാം വാക്യം. യഹോവ ഗിദെയോനോട്, നത്തിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവം പറയുന്നു, വെറും 300 പേരെ കൊണ്ട് ഇസ്രായേലിനെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ളവയാണ്. ദാവീദ് ചോദിക്കുന്നു, വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, പക്ഷെ ഞാൻ നിന്റെ നേരെ വരുന്നത് കല്ലുകൾ. ആ മലനായ ഗോലിയാത്ത് ചോദിക്കുന്നു, നീ കല്ലുമായി വരാൻ ഞാൻ നായാണോ? ദാവീദിന് ഒട്ടും ഭയം വന്നില്ല. എന്താ? അവനെ കാറ്റിൽ കൊണ്ടുപോയി പരിശീലിപ്പിച്ചത് ദൈവം. 144-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, യുദ്ധത്തിനായി എന്റെ കൈകളെയും പോരിനായി എന്റെ വിരലുകളെയും അഭ്യസിപ്പിച്ചവൻ ദൈവമാണ്. ദൈവത്തിന്റെ പാഠശാലയിൽ നിന്ന് പഠിക്കുന്ന ഒരു ദൈവപൈതലിന് യുദ്ധം ചെയ്യാൻ അനുവദിക്കുകയില്ല ദൈവം. എന്റെ കൈകളെ ദൈവം ബലപ്പെടുത്തും. എത്ര പേർക്ക് ഉറപ്പുണ്ടോ? അനുഭവിക്കുന്ന സകല പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവം എന്റെ കൂടെ ഉള്ളിടത്തോളം ഞാൻ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. മോശ ഇസ്രായേൽ മക്കളെ 12 പേരെ കനാൻ ദേശം ഒറ്റ നോക്കുവാൻ അയച്ചു. 10 പേരും പറഞ്ഞു, അവിടെ അനാക്ക് മകന്മാരുണ്ട്, അവിടെ മുമ്പിൽ നമ്മൾ വെട്ടിക്കളിലപ്പോൾ നമ്മളെ കൊന്നുകളയും. യോശുവയും കാലേബും പറഞ്ഞു, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അവരെ ജയിക്കും. അവർക്കാണ് ജയിക്കാൻ വേണ്ടത്. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തും തോറ്റുപോകാൻ അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, ഒരു സാക്ഷ്യം ഗാബിലമ്മയെടുത്ത ഒരു സഹോദരി, നല്ല കഴിവുള്ള ഒരു സഹോദരി, സർക്കാർ ജോലി ഒന്നിലധികം കയ്യെത്താവുന്ന അകലം വന്നു. ഒപ്പിട്ട് ജോലിക്ക് കയറിയ മതിയുന്ന അവസ്ഥ വന്നു. തട്ടി നിർമ്മിക്കപ്പെട്ടു. ഞാനാണ് കണ്ടത്, ഞാനാണ് തകർത്തത്. ഇന്ന് അവൻ നമുക്ക് വേണം. നമ്മുടെ നന്മയെ തകർക്കുന്നവൻ നമുക്ക് വേണം. അതിന് വ്യവസ്ഥ പ്രകാരം വീളം പണിയണം. ചിലതിനെ വെട്ടി തീയിലിട്ട് ചുടുവാൻ ആര് തയ്യാറാകുന്നു? കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ദൈവ ഹിതമില്ലാത്തതിന് വെട്ടി തീയിടുവാൻ മനസ്സുണ്ടാക്കി. പലപ്പോഴും നമുക്ക് മനസ്സില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ, ഞാൻ മുമ്പ് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിലെ കൊച്ചുകുട്ടി 1.5 വയസ്സ് പ്രായം വരുമ്പോൾ വീട്ടിനകത്ത് ആ 2 ബാഗും വാതിൽ പൂട്ടിയാണ് ആ കുട്ടി ഇടുന്നത്. ഏതെങ്കിലും നിലയിൽ പുറത്തിറങ്ങിയാൽ നമ്മൾ ചോറ് വരുന്ന മണ്ണ് വരുന്നു. ആ മാതാപിതാക്കൾ ആർന്നു നോക്കി. നമ്മള് ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അതിപ്പോ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്. 1.5 വയസ്സുള്ളപ്പോൾ അനുഭവമാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ആ കണ്ണു മാറ്റി മാറി. പക്ഷെ ആ വീട്ടിന്റെ ഹാളിൽ കൊണ്ടുവന്ന് ഇരുത്തിയ സിറ്റൗട്ടിൽ കൊണ്ട് ഇരുത്തിയാൽ പിന്നെ കാര്യം കരച്ചിൽ ഭയങ്കര കരച്ചിൽ. ഞാൻ പറഞ്ഞു, ആ ഇരിക്കുന്നൊരു ഫോട്ടോ എടുക്കുന്നത് മാറ്റം. അപ്പൊ ആ വീട്ടുകാരനെ
അമ്മയുടെ ഫോട്ടോ. ഞാൻ പറഞ്ഞു, അമ്മ മരിച്ചില്ലേ? ഫോട്ടോയിൽ തെറ്റല്ല, നിങ്ങൾ ആരാധന മനോഭാവത്തോടെ അതിനെ കുമ്പിടുന്നത് കൊണ്ട് അതിന് അവകാശം പറയുന്നതിന്റെ സ്വാധീനമുണ്ട്. അതെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ സിറ്റോട്ട് വരുമ്പോൾ പ്രശ്നവും. ഒരു ദിവസം വെളുപ്പിന് 5 മണിയാകുമ്പോൾ വിളിക്കുകയാണ് സഹോദരി, എന്റെ കുഞ്ഞ് രാത്രി ഒരുപാട് കണ്ണടച്ചില്ല. ഭയങ്കര നിലവിളിയാണ്, നിർത്താതെ നിലവിളി. ഞാൻ ചോദിച്ചു, ആ ഫോട്ടോ എടുത്ത് മാറ്റിയോ? മാറ്റി. എവിടെ കളഞ്ഞു? അത് ബെഡ്റൂമിൽ മാത്രം വിളിക്കുന്നു. അതിന് പ്രതിവിധിയൊന്നുമില്ല, അതിന് ഉടച്ചു കളയാം. ഞാൻ പറഞ്ഞ മുറ്റം തൂക്കുന്ന തുറപ്പുകൊണ്ട് ആ ഫോട്ടോയുടെ വലയടയ്ക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭയപ്പെടും. നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സഹോദരി, എന്റെ ഭർത്താവ് വണ്ടി ഓടിക്കാൻ പോകാൻ രാവിലെ ഇറങ്ങുമ്പോൾ ആ ഹോട്ടലിൽ കൊണ്ട് കുഴിഞ്ഞിട്ടുണ്ട്. പേര് ക്രിസ്ത്യാനി. ആ അവകാശം എനിക്ക് തലമുറയെ മണ്ണ് തീറ്റിക്കാനും തകർത്ത് കളയാൻ. ഇതുപോലെ ചില വിഗ്രഹങ്ങൾ നമുക്കത് വെട്ടിക്കളയണം. ഇതാ വിഗ്രഹം. നമ്മള് ക്ഷേത്രത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിലും ഇതുപോലെ ചിലത് ഉടച്ചു കളയണം. നമ്മൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്താൽ മതി. ഏതൊക്കെ ഇന്നും നമ്മുടെ മേൽ അവകാശം പറയുന്നുണ്ടോ? വെട്ടിക്കളയണം. എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്. ദൈവവചനത്തിന്റെ ശക്തി അവിടെ ചെല്ലുമ്പോൾ അത് മുറിഞ്ഞു മാറും. അശേരാ പ്രതിഷ്ഠകളെ വെട്ടി അതിന്റെ പുറകൊണ്ട് ദൈവത്തിന് യാഗപീഠം ഒരുക്കിയ ഗിദെയോനെ കൊണ്ട് ശത്രുസൈന്യത്തെ തകർക്കാൻ ദൈവം സഹായിച്ചു. ചിലതിനെ വെട്ടി തീയിടാൻ ഇന്ന് മനസ്സുണ്ടോ? നമ്മൾ പലപ്പോഴും ആരാധനാ മനോഭാവത്തോടെ കാണുന്ന പലതും നമ്മുടെ വിഗ്രഹമാണ്. ഒരു ഫോട്ടോ വെട്ടിക്കുന്നതിന് ഞാൻ ഇതില്ല, പക്ഷെ അത് നീ ആരാധന മനോഭാവം. ഒരു ദിവസം ഞാൻ ആ ഭവനത്തിൽ ദൈവവചനം പ്രസംഗിക്കുമ്പോ 2 കണ്ണിങ്ങനെ തുറന്നിറക്കി വരുന്നു. എനിക്ക് മനസ്സിലായി അത് വെറും ഫോട്ടോയല്ല, അതിനകത്ത് എന്തുകൊണ്ട് ആയിട്ടുണ്ട്. അതിനെ ഉടച്ചു കളയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ അറിയാതെ ആരാധന മനോഭാവത്തോടെ എന്തെങ്കിലും വച്ചു പുലർത്തുന്നുവെങ്കിൽ അതിന് ഇന്ന് മുതൽ വെട്ടാതായേക്കാം. ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മളതിനെ വെട്ടാൻ തയ്യാറായ നമ്മുടെ അനുഭവിക്കുന്ന പ്രതിസന്ധി വെട്ടുക മാത്രമല്ല, ആ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള സുഗന്ധയാഗം കഴിക്കും. വെട്ടിയതിനെ കത്തിച്ച് അതിന്റെ മേൽ യാഗം കഴിക്കാൻ തയ്യാറാകണം. ഗിദെയോൻ ദൈവ കൽപ്പന അനുസരിച്ച് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞ് ബാലിന്റെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞ് അതിനെ കാളയെ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ന്യായാധിപന്മാർ 7:19 മധ്യയാഗത്തിന്റെ ആരംഭത്തിൽ
അവർ കാവൽമാരെ നിർത്തിയ ഉടനെ ഗിദെയോൻ കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്ത് എത്തി കാഹളം ഊതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളം ഊതി കുടങ്ങൾ ഉടച്ചു. ഇടത്തു കൈയിൽ പന്തവും വലത്തു കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. ഇന്ന് പകൽ നിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവ തേജസ്സിനെ മൂടി വെച്ചിരിക്കുന്ന ചില മൺകുടങ്ങൾ ഉടയണം. എന്താണ് കർത്താവേ, എന്റെ അകത്ത് നീ പകർന്ന ആ തീ പുറത്തു വരാതിരിക്കുന്നത്? അതിനെ മൂടി വച്ചിരിക്കുന്ന മൺകുടം ഉടഞ്ഞെങ്കിലേ ആ ശോഭ പുറത്തു വരികയുള്ളൂ. ഈ മൺകൂടാരത്തെ ഉടയ്ക്കുക. 34-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉടയ്ക്കാൻ മനസ്സുണ്ട്. ദൈവത്തിന് ഹിതമായ യാഗമർപ്പിക്കുവാൻ നമുക്ക് വഴിയുണ്ട്. ഇന്നലകളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കാൻ കഴിയും. കാഹളമൂതി ആ മൈക്കടുത്ത വാങ്ങിവിടെ വരും. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തു. അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തർ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. അവിടെ ഗിദെയോനും 300 പേരും പാളയത്തിൽ ഉറച്ചു നിന്നു. എന്താ കാര്യം? ദൈവം പറഞ്ഞത് ഞാൻ ചെയ്തിട്ടാണ്. വെട്ടിക്കളയാവുള്ള പറഞ്ഞു വെട്ടിക്കളഞ്ഞു, തീയിടാൻ പറഞ്ഞു തീയിട്ടു, ദൈവത്തിന് ഹിതമായ യാഗപീഠവും കണ്ടു. നീ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ വീര്യം പോകും. ഗിദെയോനും കൂട്ടരും ഓടിയില്ല. അവർ വാളുകൊണ്ട് യുദ്ധം ചെയ്തില്ല. ആ പന്തം കത്തിച്ച ആ ശോഭ പുറത്തു വരാൻ കഴിയാതെ മൂടിയിരുന്ന കുടത്തെ ഉടച്ചപ്പോ ആ പ്രകാശം പുറത്തു വന്നു. ഇന്ന് പകൽ നമ്മുടെ അകത്ത് ദൈവം കത്തിച്ച ആ ഒരു ആത്മാവിന്റെ തീയുണ്ടല്ലോ, അതിനെ മൂടി വച്ചിരിക്കുന്ന ലോകത്തിന്റെ പല ബന്ധങ്ങളുണ്ട്. അതിനെ വെട്ടിക്കളയുവാൻ തയ്യാറായ, അതിനെ ഉടച്ചു കളയുവാൻ തയ്യാറായ നമ്മുടെ അകത്ത് കത്തുന്നൊരു തീയുണ്ട്. അത് പുറത്തു വരും. ഗിദെയോനും കൂട്ടരും കാഹളമൂതി കുടം ഉടച്ചു. സംഭവിച്ച 22-ാം വാക്യം. 300 പേര് കാഹളം ഊതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെ ഓരോരുത്തരുടെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. ദൈവം പാളയത്തിൽ ചില ചെയ്യാം. അവർ ഉറച്ചു നിന്ന് കാഹളം ഊതിയപ്പോൾ അവർ പന്തം കത്തിച്ച് പ്രകാശം പുറത്തു കൊണ്ടുവന്നപ്പോൾ ദൈവപാളയത്തിൽ ചെയ്തത്, ശത്രു സൈന്യത്തിൽ ചെയ്തത്, 3 കൂട്ടർ ഒരുമിച്ച് വന്നു. അവർ പരസ്പരം വെട്ടി. ഈ നാളുകളില് ശത്രു പരസ്പരം വെട്ടാൻ പോകുക. ദേശം ദൈവമക്കളുടെ നന്മയെ തടയുവാൻ ആവിചാരം ചെയ്യുന്നവർ തമ്മിൽ വെട്ടാൻ പോകുകയാണ്. ദൈവമക്കൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവർ, കൂട്ടുകെട്ടുണ്ടാക്കുന്നവർ തമ്മിൽ വെട്ടാൻ പോകുകയാണ്. ഇന്ന് പകല ദൈവത്തിന് വേണ്ടി ഏർപ്പെടുവാൻ ആരും തയ്യാറാകുന്നു. ശത്രുവിനെ തകർക്കുവാൻ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തെ അനുസരിക്കുന്ന തയ്യാറാണ്. ഗിദെയോനോട് ദൈവം പറയുന്നു, ഞാനൊരൊറ്റ മനുഷ്യനെ പോലെ വിദ്യനെ തോൽപ്പിക്കും. നീ ഈ ബലം കൊണ്ട് പോയാൽ മതി, ഞാൻ നിന്റെ കൂടെ വരാം. എന്നാലും നമ്മുടെ നന്മയെ ചൂണ്ടിക്കളഞ്ഞ് ചിലതിനെ തകർക്കുക. 3 കൂട്ടരും തമ്മിൽ വെട്ടി, ബാക്കിയുള്ളവർ ഓടിപ്പോയി. ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ പോയി കൊള്ളയടിച്ച ശത്രുസേനയെ കൊണ്ടുവന്ന സമ്പത്തുകൾ കൊള്ളയടിക്കാം. ഒരു വലിയ കൊള്ളയടിക്കാവുന്ന ദിവസം അടുത്തിരിക്കുക. അതിനായി നമ്മൾ ഒരുങ്ങണം. അതിനായി നമ്മൾ ബലപ്പെടണം. നമ്മൾ തളർന്നു പോകേണ്ടുന്നവരല്ല.
ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം. ഗിദെയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടന്നില്ല. പുറപ്പാട് ദിവസം 14-24 വാക്യം വായിക്കുമ്പോൾ ദൈവം ശത്രു സൈന്യത്തെ ഒന്ന് നോക്കി, അവന്റെ ഓട്ടം താറുമാറായി. ശത്രു സൈന്യം ചിതറിപ്പോയി. 68 സങ്കീർത്തനം 1 വാക്യം പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറും. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ ദൈവം എഴുന്നേൽക്കുമോ? ഞാനും അനുഭവിക്കുന്ന വേദനയുടെ നടുവിൽ, ഞാനും അനുഭവിക്കുന്ന നിന്ദയുടെ നടുവിൽ, ഞാനും അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ ദൈവം എഴുന്നേൽക്കുമോ? നീ വെട്ടാനുള്ളത് വെട്ടണം, കത്തിക്കാനുള്ളത് കത്തിക്കണം. ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കണം. ഈ കാര്യം നമ്മൾ ചെയ്താൽ ബാക്കി ദൈവം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഇന്നും കുറവ് വന്നു പോയിട്ടുണ്ട്. അപ്പോസ്തലർ 3-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ ശിഷ്യനായ പത്രോസിനെ ജന്മനാ മുടന്തനായവൻ വായിക്കാം. പത്രോസ് യോഹന്നാനോട് കൂടെ അവരെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് അധികം വായിക്കില്ല. യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലെ ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പ്രാർത്ഥി. അങ്ങനെ കൂടിയിരുന്ന അഭിഷേകം പ്രാപിച്ച അഭിഷക്തൻ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വല്ലതും കിട്ടുമെന്ന് തോന്നി ആ മുടന്തനായ മനുഷ്യൻ പത്രോസിനെ സൂക്ഷിച്ചു നോക്കി. ആ ഒറ്റ നോട്ടം അവന് വിടുതൽ. ഈ യേശുവിനെ നോക്കുവാൻ നമ്മൾ തയ്യാറാണ്. ദൈവാഭിഷേകന്മാരെയും അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമുക്ക് യേശുവിനെ നോക്കാം. ദൈവദാസന്മാരെ വിടാം. നമുക്ക് ദൈവത്തെ നോക്കാം. കർത്താവിലേക്ക് നോക്കിയാൽ നിന്റെ മുഖപ്രകാശമായി, നിന്റെ ഇരുട്ട് മാറും. ഒരു കുട്ടി കൗൺസിലിംഗിൽ കൊണ്ടു, മുഖമല്ല അങ്ങനെ കറുത്ത ഇരുട്ട്, കണ്ടാൽ പേടും. ഞാൻ എടുത്താളല്ല, കണ്ടാൽ പേടി. കൗൺസിലിംഗ് ഇതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മോളെ നീ യേശുവിന്റെ കൂടെ നടക്കേണ്ടതാണ്. ദൈവത്തിന് അതുവരെ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ കൂടെ വന്ന ഒരു സംഭവം. 2 പ്ലേറ്റെടുത്ത് ഭക്ഷണം വാങ്ങി കൊണ്ടുപോകും. അടുത്ത ദിവസം രാവിലെ വൈകിട്ടാണ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അടുത്ത ദിവസം രാവിലെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ഈ കുട്ടി 2 പ്ലേറ്റ് 2 കൈ കൊടുത്ത് തന്റെ കൂട്ടുകാർക്കുള്ള ഭക്ഷണം വാങ്ങി. അതാണ് ഇന്നലെ ഞാൻ വൈകുന്നേരത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു യുവാചരിച്ചിനെ ചോദിച്ചു, ഈ പെൺകുട്ടി അറിയാമോ? എവിടെയും വെച്ച് കണ്ടോ? ഞാൻ പറഞ്ഞു, ഇന്നലെ കണ്ട കുട്ടിയാണ് ഇത്. ഇത്ര മാറ്റം വന്നോ? അവർ പിശാച് വിട്ട് പോയാൽ എന്ന് പറഞ്ഞു. ആ ദൈവം നമ്മുടെ ഇന്നലെ അവിടെ വന്ന അവിടെ ഉണ്ട്. നമ്മൾ ശരിക്കും മാറ്റേണ്ട ആള് മാറിയതുപോലെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, യേശുവിനെ നമ്മൾ നോക്കണോ? അപ്പം പറഞ്ഞു, ചിലത് വെട്ടാൻ തയ്യാറാണ്, ചില ഇടിച്ചുകളെ തയ്യാറാണ്, ചിലരെ കത്തിക്കാൻ തയ്യാറാണ്.
ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കേണ്ടത്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ഇതയോ മറ്റൊന്നും ചെയ്തില്ല. ഇതയോ ചെയ്തത് ആ പന്തത്തിന്റെ പ്രകാശം പുറത്തു വരാതിരിക്കുവാൻ ഉണ്ടായിരുന്ന കുടത്തെ ഉടച്ചു. അവന്റെ അകത്തുള്ള തീ പുറത്തു വന്നു. കുടത്തിനകത്ത് ഒളിപ്പിച്ചു തീ പുറപ്പെട്ട് പുറത്തു വന്നപ്പോ ശത്രു സൈന്യം കരുതി നമ്മൾ തകർക്കാനായിട്ടെല്ലാം രാത്രി വരിക. അവർ ജീവനും കൊണ്ടോടി. നിന്റെ തകർച്ച കാണാൻ, തലമുറയെ തങ്ങളുടെ തകർച്ച കാണുവാൻ, നിന്റെ ഉപജനമാർഗത്തെ കടത്തിക്കളയുവാൻ വെല്ലുവിളിച്ച് നോക്കുന്നവരുണ്ടല്ലോ. അവരിതാ എന്റെ കർത്താവ് ഇറങ്ങി ചില ചെയ്യാൻ പോവുകയാണ്. വെട്ടാനുള്ളത് വെട്ടും, തകർക്കാനുള്ളത് തകർക്കും. ഒരു വലിയ കൊള്ള കണ്ടു കിട്ടിയ അനുഭവത്തോടെ ദൈവമക്കൾ ആർപ്പിടാൻ പോവുകയാ. കാഹളം നീട്ടി ഊതി ജനം ആർപ്പിട്ടപ്പോൾ എരിഹോ കോട്ട തകർന്നതുപോലെ ഇന്ന് പകലാരൊക്കെ ആർപ്പിടാൻ തയ്യാറാകുന്നു. ചിലതിനെ തകർക്കുവാൻ എന്റെ കർത്താവ് പുറപ്പെട്ടിരിക്കുക. ആർപ്പിടാൻ തയ്യാറായിക്കോ, ചിലത് വെട്ടാൻ തയ്യാറായിക്കോ. ദൈവം ബലം പകരുകയാണ്, ദൈവം ശക്തി പകരുകയാണ്, ആത്മശക്തിയോടെ ദൈവ സാന്നിധ്യം നീ ഭയപ്പെട്ടതിനെ തകർക്കുവാൻ എന്റെ ദൈവം ഇന്ന് വരെ നിന്നെ ശക്തീകരിക്കുകയാണ്. കർത്താവിന്റെ ദൂതൻ വാളുമായി ദേശത്ത് നടകൊള്ളുകയോ. കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, സാമ്പത്തിക രംഗത്തിനെതിരെ, ബിസിനസിനെതിരെ, ഉപജനമാർഗങ്ങൾക്കെതിരെ വെല്ലുവിളിച്ച, ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിച്ച ചിലതിനെ വെട്ടുവാൻ ഈ ജനം വെട്ടാൻ തയ്യാറായ ദൈവഹിതത്തിനെ വെട്ടുവാൻ ചിലതിനെ കാത്തിക്കുവാൻ തയ്യാറായ ദൈവത്തെ ആർപ്പിട്ട് സ്തുതിക്കാൻ തയ്യാറായ ദേശത്ത് ദൈവപ്രവർത്തികളുണ്ട്. അപ്പോസ്തലരുടെ 11-ാം അധ്യായം 19 വാക്യങ്ങൾ. അവർ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഒന്നു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരുമെന്ന് അത്രയൊക്കെ ഉറപ്പുണ്ട്. ഞാൻ വെറുതെ ഈ ദൈവത്തെ സേവിക്കുന്നത്. എന്റെ അപ്പൻ വീണ്ടും വരും. എനിക്ക് എന്റെ അധ്വാനത്തിന് പ്രതിഫലം തരാം, എന്റെ വേലയ്ക്ക് കൂലി തരാൻ എന്റെ അപ്പൻ വീണ്ടും വരും. നമ്മളെല്ലാം കിടന്നുറങ്ങിയപ്പോ നമ്മുടെ സഹോദരങ്ങൾ പലരും രാത്രി 1 മണി വരെ 2 മണി വരെ വാൾപോസ്റ്റ് കിട്ടിക്കുക. നമ്മളൊക്കെ സ്വന്തമായിട്ട് വാങ്ങി. നമ്മൾ വാങ്ങുമ്പോൾ ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കാതിരിക്കും. ഇല്ല, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം ആരുടെയും കണക്കാണ്. അമർത്തി കുലുക്കി കാവിക്കുന്ന തരണ്ടിലും വിശ്വസം. ദൈവത്തെ നോക്കുക. കർത്താവിനെ നമുക്ക് നോക്കാൻ കഴിയും. കർത്താവ് നമ്മുടെ പക്ഷത്ത് നിന്ന് ഉറപ്പുണ്ട്. കർത്താവ് പറയുന്ന അനുസരിക്കാൻ തയ്യാറാണ്. നഷ്ടങ്ങളിലേക്ക് നമ്മൾ നോക്കണം, ഇന്നലകളിലേക്ക് നോക്കേണ്ട. കർത്താവ് നിന്നെ പുതിയതും ചെയ്യുന്നു. ഞാൻ നിന്നെ പുതിയതും ഊർജ്ജവുമായി വെടിവെട്ടിയാക്കും. ചിലതിനെ പൊടിക്കുക, ചിലതിനെ തകർക്കുക,
ചിലതിനെ മെതിച്ചു കളയുക. അതാണ് നമുക്ക് ആവശ്യമായി. ഓരോ ദിവസം പുതിയത്. ഗിദെയോനോട് പറഞ്ഞു, നീ ഈ ബലത്തോടെ പോകാം, മിദ്യാന്റെ ഒറ്റ മനുഷ്യനെ പോലെ നീ പോകും. ചില അടയാളങ്ങളുടെ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല. അവന്റെ അപ്പം പറയുക, നിങ്ങളെന്തിന് വ്യവഹരിക്കുന്ന ബാല് ദൈവം അവൻ ചോദിക്കും. ഈ ബാല് നമ്മുടെ ദൈവത്തിന്റെ പെട്ടകത്തെടുത്ത് ഈ ബാലിന്റെ അടുത്ത് കൊണ്ടുവച്ചു. ബാല് 3 കഷ്ണമായി മുറിഞ്ഞു. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഈ ദേശത്ത് വെളിപ്പെടാൻ പോകാം. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അത് വെളിപ്പെടാൻ പോകാം. നിങ്ങളുടെ തലമുറയിലൂടെ അത് വെളിപ്പെടാൻ പോകാം. നാം സേവിക്കുന്ന ദൈവമാണ്. ദേശം തിരിച്ചറിയാൻ പോകാം. നിരാശപ്പെടരുത്. ദൈവത്തിന്റെ നാമം ദേശത്ത് ഉയരാൻ പോകാം. ചില വെട്ടുകളാൻ തയ്യാറാണ്, ചിലരെ കത്തിച്ചുകളാൻ തയ്യാറാണ്, ചില വേറെ പിഴുതെടുത്തുകളാൻ തയ്യാറാണ്. തകർത്തുകൊണ്ട് വെല്ലുവിളിക്കും. നന്മകളാണ് വെല്ലുവിളിക്കും. ചിലരെ തകർത്ത് ദൈവം ജയോത്സവം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധി നാം കേട്ട ദൈവവചനത്തിന്റെ മുമ്പിൽ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ്, എത്രയോ പ്രാവശ്യം ദൈവത്തെ നോക്കിയത്. എന്താ അപ്പ എന്റെ നോട്ടം നീ കാണാൻ? എന്താ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ? ഈ ദൈവം ചോദിച്ചു, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ കഷ്ടതയിൽ ഇല്ല. ഈ കഷ്ടതയുടെ നടുവിലും നീ ചോദിച്ചു വീഴണം. ചിലത് വെട്ടാനുള്ളത് വെട്ടണം, ചിലത് കത്തിക്കാനുള്ളത് കത്തിക്കണം. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എത്ര പേർ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കും, അപ്പാ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട. ചിലതിനെ കത്തിക്കാൻ, ചിലതിനെ വെട്ടിക്കളയുക, ചിലതിനെ ബ്രേക്ക് ചെയ്യുക, ചിലതിനെ വേണ്ട എന്ന് വെക്കുക, ചിലതിനെ ഉപേക്ഷിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ തീരുമാനത്തോടെ നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ ചിരി മർമ്മമായി പോയിട്ടുമില്ല. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ചു ഏകാഗ്രതയുള്ള ദൈവമുഖത്തേക്ക് നോക്കുക. ഒരു ദൈവദാസനെ നോക്കണ്ട, കൂടെ ഉള്ളവരെ നോക്കണ്ട, ദൈവത്തിലേക്ക് നോക്കാം. ഇതയോന്മാർ കൂടെ മുളച്ചപ്പോ അകത്ത് കത്തിക്കൊണ്ടിരുന്ന ആ തേജസ് വെളിപ്പെട്ടു. ആ പന്തത്തിന്റെ ശവം പുറത്തു വന്നു. നിന്റെ അകത്ത് കത്തുന്ന ഒരു ദാഹമുണ്ടല്ലോ, അത് പുറത്തു വരാൻ കഴിയാതെ മൂടി വച്ച് ചിലത് ഇന്ന് പകൽക്കാലം ഉടയുവാൻ തയ്യാറായ, ഹല്ലേലൂയ, ചിലതിനെ ഉടയ്ക്കുവാൻ തയ്യാറായ നിന്റെ അകത്തെ പ്രകാശം പുറത്തു വരും. അത് കണ്ട് ശത്രു സൈന്യം ഓടും. നിന്റെ അകത്ത് പ്രാർത്ഥനയുടെ തീ കത്തട്ടെ, ആരാധനയുടെ തീ കത്തട്ടെ. നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് നീ ഭവനത്തിനകത്ത് മുഖം കുലിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. പ്രത്യാശയുടെ വാക്ക് പറയണം. ദൈവത്തെ സ്തുതിച്ച് ആർപ്പിടുവാൻ തയ്യാറാകുന്നു. ശത്രു സൈന്യം തമ്മിൽപ്പെട്ടാൻ പോകുക. ദേശം ദൈവത്തെ ഭയപ്പെടാൻ പോകുക. ദൈവത്തിന്റെ പദ്ധതി ദേശത്ത് വെളിപ്പെടാൻ പോകുക. നിന്റെ കുടുംബത്തിനെതിരെ, നന്മക്കെതിരെ, തലമുറക്കെതിരെ, ഭാവിക്കെതിരെ ശത്രു കെട്ടിയ ചില കെട്ടുകളെ ഇന്ന് പകൽ എന്റെ കർത്താവ് കത്തിക്കുക. കത്തട്ടെ, ആ തീ കത്തട്ടെ, ആ തീ കത്തട്ടെ, ആ ദൈവത്തിന്റെ യാഗപീഠത്തിന് ആ തീ കത്തട്ടെ, കത്തി മാറട്ടെ. ചിലവർ ചാമ്പരാകുമ്പോ നിങ്ങളുടെ ദൈവത്തിന്റെ മഹത്വം കൊടുക്കും. ആ ദൈവമഹത്വത്തെ പുറത്തു വരട്ടെ, ആ ദൈവമഹത്വത്തെ പുറത്തു വരട്ടെ. സകല ദൈവത്തെ കുറിച്ചോ, ദൈവത്തെ ആരാധിച്ചോ, എങ്ങനെ വേണമെങ്കിലോ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ സ്വാമിയാണ് ആരടങ്ങിയിരിക്കുന്നു. ആ ദൈവത്തെ ആർപ്പിട്ട ദൈവത്തെ സ്തുതിക്കുക. ആ
ഹല്ലേലൂയ. ആ കരങ്ങളെ ശക്തിയോടെ Yes. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം. സമാധാനത്തോടെ പോകാം. ദൈവം